നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ബന്ധു നിയമനത്തെ കുറിച്ച് വലിയ വിവാദങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് ഭാര്യയുടെ ആങ്ങളെയാണ്, സഹോദരി ഭർത്താവ് അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് കോൺഗ്രസ് മെമ്പർ ആയിരുന്നു. അദ്ദേഹം അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ അളിയനായതുകൊണ്ട് മാത്രം അയാൾക്ക് ഒരു അവസരം നിഷേധിക്കാൻ പാടുള്ളൂ. രാജിവെക്കേണ്ടതുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് എന്റെ മറുപടി, അദ്ദേഹത്തെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ള മറുചോദ്യമാണ്. കാരണം സണ്ണി ജോസഫിനെ പോലെ ഒരാൾ, KPC പ്രസിഡന്റ് ആയിരുന്ന ഒരാള്, ഇത്രമാത്രം പരിചയസമ്പന്നനായ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിനെ എന്ത് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞാലും എത്ര പ്രഗത്ഭനാണെന്ന് പറഞ്ഞാലും നിയമിക്കാൻ പാടില്ലായിരുന്നു എന്റെ അഭിപ്രായം. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇത്തരം നിയമനങ്ങളെ വിമർശിച്ചവരും എതിർത്തവരുമാണ് UDF. സണ്ണി ജോസഫ് അളിയനായി പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ അവസരം അല്ല, അതല്ല ഞാൻ പറഞ്ഞില്ല. സണ്ണി ജോസഫിന്റെ അളിയൻ വന്നതുകൊണ്ട് അവിടെ എന്ത് ആകാശം അടിഞ്ഞിടുമെന്ന് ഞാൻ കരുതുന്നില്ല. സണ്ണി ജോസഫിന്റെ അളിയൻ വന്നതുകൊണ്ട് അവിടെ മുഴുവൻ അഴിമതിയായിരിക്കും ഞാൻ കരുതുന്നില്ല. സണ്ണി ജോസഫിന്റെ അളിയൻ വന്നതുകൊണ്ട് ഒരു കുടുംബ ഭരണമായിരിക്കും ഞാൻ കരുതുന്നില്ല. പക്ഷെ അതല്ല, നമ്മള് ഒരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ട് കാര്യങ്ങളെ കുറിച്ച്. UDF കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മുഹമ്മദ് റിയാസിന്റെ നിയമനം മുതൽ ഇങ്ങോട്ട് പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനം വരെ എത്രയും കാര്യങ്ങളിൽ ഈ നിയമനങ്ങളെ കുറിച്ച് നമ്മൾ നിശിതമായിട്ട് UDFന്റെ വിമർശനം കേട്ടുകൊണ്ടിരുന്നതാണ്. അപ്പൊ അങ്ങനെ വിമർശിച്ച ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പാർട്ടി അവരുടെ പേഴ്സണൽ സ്റ്റാഫിലാണെങ്കിലും ആ നിയമനം കൊണ്ടുവന്നപ്പം രണ്ടുകൂട്ടം ആലോചിക്കേണ്ടതായിരുന്നു. അതാണ്ട് അടുത്ത ഒരെണ്ണം വന്നിരിക്കുന്നു, ജോസഫ് വാഴക്കിന്റെ മകളെ നിയമിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല, ജോസഫ് വാഴക്കിന്റെ മകളെ നിയമിക്കുന്ന വ്യത്യാസമുണ്ട്. ജോസഫ് വാഴക്കിന്റെ മകള് ഭരണത്തിലില്ലല്ലോ. അല്ല, ജോസഫ് വാഴക്കിന്റെ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഇത്തവണ MLA സ്ഥാനം നിഷേധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് പദവികളൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു പദവി കൊടുക്കുമ്പോൾ ഇവിടെ അപ്പോയിന്റ് ചെയ്തെന്ന് പറയുമ്പോൾ അത് ശരിയാണ്. അതുപോലെ തന്നെ എന്റെ നാട്ടിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യയെ ഇവിടെ ഒരു മന്ത്രിയുടെ സ്റ്റാഫിൽ. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് പ്രവർത്തകന്റെ ആരുടെങ്കിലും ഒക്കെ ബന്ധുവായിരിക്കും ആരെങ്കിലും ഒക്കെ. ഇവിടെ അങ്ങനെ നിയമനം വരുമ്പോൾ ആരുടെയൊക്കെ ബന്ധുവായെന്ന് വരും. അത് വ്യത്യാസമുണ്ട്. സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയായിരിക്കുന്ന ആള് സ്വന്തം സഹോദരി ഭർത്താവിനെ നിയമിക്കുന്നതും പുറത്ത് നിൽക്കുന്ന ഒരു നേതാവിന്റെ മകളെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. ആ മന്ത്രിയുടെ സ്റ്റാഫിലല്ലാതെ വേറെ ആ മന്ത്രിയുടെ ബന്ധുവാണെങ്കിൽ ശരിയാ, പ്രശ്നമുണ്ട്. ആ മന്ത്രിയുടെ വേറെ എവിടെ നിയമിച്ചാലും ആ പ്രശ്നമുണ്ട്. ഒരു മന്ത്രി ഈ ഗവൺമെന്റിലേ നിയമിക്കാൻ പാടില്ല, മന്ത്രിസഭയിൽ പറ്റില്ല, ഗവൺമെന്റിലും പറ്റില്ല. അതാണ് അതിന്റെ രീതി. അല്ലെ, ഞാൻ ചോദിക്കട്ടെ, EP ജയരാജൻ അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരാളെ KSFയുടെ MD ആയിട്ട് നിയമിച്ചപ്പോ എന്ത് വലിയ വിവാദം ഉണ്ടായി. അത് രാജിവെച്ചില്ലേ? KT ജലീലിന്റെ ഒരു ബന്ധുവിനെ, കസിനെയാണെന്ന് തോന്നുന്നു, ഒരു സ്ഥാപനത്തിന്റെ MD ആയിട്ട് നിയമിച്ചു. അദ്ദേഹം രാജിവെക്കേണ്ടി വന്നില്ലേ? അവർക്കൊന്നും പ്രത്യക്ഷത്തിൽ അവർക്കൊന്നും രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലായിരുന്നു. ഇതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് റിയാസിനെ, മുഖ്യമന്ത്രിയുടെ മരുമാനാണ് മുഹമ്മദ് റിയാസിനെ ആ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയായി നിയമിക്കാൻ പാടുള്ളൂ. അല്ലെ, രാഷ്ട്രീയ പ്രവർത്തനം നിർബന്ധമൊന്നുമില്ല നിയമനത്തിന്, കഴിവുണ്ടായാൽ മതി. ഇത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ ഒരു അറിവില്ലായ്മയായിട്ടാണ് ഞാൻ കണ്ടത്. അതല്ല പറയേണ്ടിയിരുന്നത്. ഇദ്ദേഹം പ്രഗത്ഭനാണ്, മിടുക്കനാണോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇദ്ദേഹം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയോണ്ട് ഞാൻ എന്റെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നു പറഞ്ഞതും ശരിയായില്ല. ഇത് രാഷ്ട്രീയ അപ്പൊ നിങ്ങളുടെ പറയുന്ന എന്താണ്, രാഷ്ട്രീയക്കാരെ കൊണ്ട് പേഴ്സണൽ സ്റ്റാഫിനെ നികത്തണമെന്നാണോ? അല്ല, അദ്ദേഹത്തിന് കഴിവുണ്ടായതുകൊണ്ട് അദ്ദേഹം പേഴ്സണൽ സ്റ്റാഫിൽ വന്നാൽ ആ വകുപ്പില് കുറെ കൂടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായതുകൊണ്ടല്ലേ അങ്ങനെയുള്ള. എന്നാ പിന്നെ എന്തിനാ അത് രാജിവെപ്പിച്ചു? വേണ്ടായിരുന്നല്ലോ. അതെന്റെ ചോദ്യം. എന്തിന് രാജിവെപ്പിച്ചു? അതാണ് ചോദ്യം. അത് പബ്ലിക് പെർസെപ്ഷൻ ഇതനുസരിച്ച് അത് ശരിയല്ല എന്ന് പാർട്ടിക്ക് തോന്നി രാജിവെപ്പിച്ചു. ഇത് ഇടതുപക്ഷം, അതായത് പ്രതിപക്ഷം ഇത് എടുത്ത് അവരാണ് കംപ്ലീറ്റ് ഇതിനെതിരെ പ്രചാരണം നടത്തിയത്. അപ്പം പ്രതിപക്ഷത്തിന്റെ ഈ പ്രചാരണത്തിന് വഴങ്ങി ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ ഇപ്പം അടുത്ത ഒരു കേസ് അബ്സല്യൂട്ട്ലി നോ. കാരണം ഇതിനകത്ത് പ്രതിപക്ഷത്തിന് വഴങ്ങേണ്ട ഒരു കാര്യമില്ല. കാരണം പ്രതിപക്ഷം ഇതിനപ്പുറത്തേക്ക് നിയമനം നടത്തിയവരാണ്. അവർക്ക് ഇത് പറയാൻ യാതൊരു യോഗ്യതയില്ല. പ്രതിപക്ഷ നേതാവോ അല്ല ആരെങ്കിലും അങ്ങനെ ഉന്നയിച്ചിരുന്ന് നമുക്ക് മനസ്സിലാക്കായിരുന്നു. ആരെങ്കിലും 4 പേര് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് പ്രതിപക്ഷത്തിന്റെ വിമർശനമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇത് ഭരണപക്ഷത്തു നിന്നുള്ള വിമർശനമാണ്. ഇത് കോൺഗ്രസിനകത്ത് നിന്നുള്ള വിമർശനമാണ്.
ഇത് തീരുമാനമെടുത്തത് ഇത്തരം വിമർശനങ്ങൾ മാത്രം കണക്കിലെടുത്തിട്ടല്ല, ഒരു നിയമനം തെറ്റായി പോയി എന്ന് പാർട്ടിക്ക് തോന്നിയത് കൊണ്ട് എടുത്ത തീരുമാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നെ അതിനെക്കുറിച്ച് വേറെ ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സണ്ണി ജോസഫിനെ വ്യക്തിപരമായി പിന്നെ അദ്ദേഹത്തിന്റെ പറയുന്നത് അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിനെ ഇങ്ങനെ നോക്കിയിരുന്ന് വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് കാണുന്നുണ്ട്. ഇപ്പം പിന്നെ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞു വെച്ചിരുന്ന വകുപ്പ് തന്നെ റവന്യൂ വകുപ്പായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നു, അദ്ദേഹത്തിന് ഇലക്ട്രിസിറ്റി ബോർഡ് പിന്നെ കൊടുക്കുന്നു. അപ്പം അതെല്ലാം പിന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് വേണം അതിനെ കാണാൻ. പിന്നെ ഇനിയിപ്പം ഇത് പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിയമനം കഴിഞ്ഞു, അത് മാറ്റി വെച്ചു. വേണുഗോപാലിന്റെ പിന്നെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരാളായിരുന്ന സണ്ണി ജോസഫ് ഇടയ്ക്ക് അതിൽ നിന്ന് മാറി എന്നുള്ള ഒരു പ്രചാരണത്തിന്റെ പേരിൽ അതിനെക്കുറിച്ച് ചില കഥകളൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. അതിന്റെ പേരിൽ കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് വകുപ്പ് മാറ്റിയതെന്നും, അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് മാറ്റിയെന്ന് നോക്കിയുള്ള കഥകൾ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും അല്ല, അതെനിക്കത് വിശ്വാസമില്ല. പക്ഷെ ഇത് ചെയ്തത് തെറ്റായി പോയി, തെറ്റ് തിരുത്തിയെന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പക്ഷെ ചിന്തിക്കാൻ തെറ്റൊന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊന്ന് വന്നിട്ടുണ്ട്, ഇന്നലെ സോഷ്യൽ മീഡിയ കണ്ടത് അദ്ദേഹത്തിന്റെ മകൾക്ക് അഡ്മിഷൻ കിട്ടിയത് എങ്ങനെ? അതൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ മകൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടിയെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം എനിക്കത് അറിയത്തില്ല. 25,000 താഴെ മാത്രം റാങ്കുള്ള അദ്ദേഹത്തിന്റെ മകൾക്ക് എങ്ങനെയാണ് ഈ ഒരു മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് റാങ്ക് അനുസരിച്ച് നിയമിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. എനിക്ക് അതിന്റെ ശരി തെറ്റ് അറിയത്തില്ല. റാങ്കിൽ തന്നെ വന്നതാണോ, എന്തെങ്കിലും തരത്തില് അർഹത ഉണ്ടായിട്ട് വന്നാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഇതിന്റെ ക്രൈറ്റീരിയ ഒന്നും നമുക്കറിയില്ല. കാരണം അന്ന് അദ്ദേഹം ഭരണത്തിലില്ല. അല്ല, ഭരണത്തിലില്ല എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ട. ഒരാൾ മെറിറ്റ് അനുസരിച്ച് കൊടുക്കേണ്ട സ്ഥലത്ത് മെറിറ്റ് ഇല്ലാത്ത ഒരാൾ കയറിയാൽ ഭരണത്തിലുണ്ടോ ഇല്ലോ എന്നുള്ള പ്രശ്നമല്ലല്ലോ. ഭരണത്തിലില്ലാത്തതാണെങ്കിൽ മറ്റനുസരിച്ച് കയറാൻ പാടില്ല. അല്ല, ഭരണത്തിൽ ഇല്ലെന്ന് പറഞ്ഞതിന്റെ കാരണം അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ ഒരു സംവിധാനം. സ്വാധീനം ചെലുത്തിയോ എന്നുള്ളത് പ്രശ്നമല്ല. അവരുടെ എററാണെങ്കിൽ ചിലപ്പോൾ എററാണെങ്കിൽ എറർ തിരുത്തണം, അത്രേ ഉള്ളൂ. ഞാനിത് ആരെങ്കിലും ചെയ്ത് ചോദ്യം എന്താണ്, ഇങ്ങനെ നിയമനം നടത്തിയത് ശരിയോ തെറ്റോ? നിയമനം സാങ്കേതികമായിട്ട് അദ്ദേഹത്തിന് അർഹതയില്ല, മകൾക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ ആ ലിസ്റ്റ് വന്നെങ്കിൽ ആ തെറ്റ് തിരുത്തണം. അതിനകത്ത് രാഷ്ട്രീയ സാധനം ഉപയോഗിച്ചെങ്കിൽ അത് വേറെ ഇഷ്യൂ, അതും പരിശോധിക്കണം. അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ പറയുക, നമുക്കറിയത്തില്ലല്ലോ എന്താ സംഭവിച്ചെന്നുള്ളത്. പക്ഷെ എന്റെ നോട്ടത്തില് അർഹതയില്ലാത്തൊരു നിയമനമാണെങ്കിൽ അത് തെറ്റായിപ്പോയി. ഇവിടെ ഇന്നലെ മറ്റൊരു നിയമനത്തെ കുറിച്ച് കേട്ടു. ബിന്ദു കൃഷ്ണ, മന്ത്രി ബിന്ദു കൃഷ്ണയുടെ സ്റ്റാഫിൽ ഒരു BJP അനുഭാവിയെ നിയമിച്ചു. അപ്പൊ അത് തിരുത്തണ്ടേ? അതിനകത്ത് തിരുത്തത് എന്തിനാ? BJP അനുഭാവം നിയമിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇതിപ്പോ അവർക്ക് കോൺഗ്രസിനും UDF-നും എതിരായി പ്രവർത്തിച്ച ഒരു പാർട്ടിയുടെ അനുഭാവിയെ പിടിച്ച് അത് കോൺഗ്രസ്സുകാരുടെ കാര്യമില്ല, അവർ ചർച്ച ചെയ്തോളൂ. നമ്മൾ രണ്ടുപേരും ഒരു പ്രചാരണം ഇന്നലെ ഇതിനോടനുബന്ധിച്ച് കൂട്ടിക്കെട്ടി വന്നൊരു സാധനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ധാർമ്മികമായി അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ധാർമ്മികമായിട്ട് ശരിയാണ്. അതിനകത്ത് ധാർമ്മികത എന്താണെന്ന് പറയാം. ധാർമ്മികത എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ അവർക്കെതിരെ മത്സരിക്കുക, അവരൊരിക്കലും ഭരണത്തിൽ വരരുത്. അല്ലല്ല, UDF വരരുത്, UDF-നെതിരായി വർക്ക് ചെയ്ത ഒരാളിനെ അപ്പൊ കോൺഗ്രസ്സുകാരെ എന്താ വിചാരിക്കണ്ടേ? അവർക്ക് വേണ്ടി പ്രവർത്തിച്ച തെറ്റ് പറ്റിയ തെറ്റ് ധാർമ്മികത അവിടെ നിൽക്കട്ടെ. അവിടെ ഒരു കോൺഗ്രസ്സുകാരന്റെ കാഴ്ചപ്പാട് ഒരു കോൺഗ്രസ്സുകാരന്റെ നിലയിൽ അവന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അതെങ്ങനെ കാണാൻ പറ്റും? കോൺഗ്രസ്സുകാരന്റെ ഭാഗത്ത് ചിന്തിച്ചാൽ എനിക്കറിയത്തില്ല. കോൺഗ്രസ്സുകാരന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അതിനകത്തൊരു ധാർമ്മികതയില്ലേ? അല്ല ധാർമ്മികത എന്നുള്ള വാക്കല്ല. പാർട്ടിക്കാരന് വേണമെങ്കിൽ പറയാം, ഈ പാർട്ടിക്കാരന് കൊടുക്കാതെ അതൊരു BJP-കാരിക്ക് കൊടുത്ത തെറ്റായപ്പോ എന്ന് പറയാം. പക്ഷെ പുറത്തു നിന്നൊരാളെ നോക്കുമ്പോഴത്തേക്ക് BJP-കാരി ആയതുകൊണ്ട് അവിടെ വെച്ച് തെറ്റാണെന്ന് നമ്മളെങ്ങനെ പറയാൻ പറ്റും? നമുക്കത് പറയാൻ പറ്റില്ല. വേറെ കഴിവ് നോക്കിയായിരിക്കാം. ഒരു പാർട്ടി അവിടെ CPM-കാരിയെ വെച്ചാലും ഞാനത് തെറ്റാണെന്ന് പറയത്തില്ല. അത് പാർട്ടി കോൺഗ്രസ്സുകാരെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളിത് പൊതു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, നമ്മൾ വീക്ഷിക്കുമ്പോൾ അത് ഇപ്പം അവർക്കെതിരായി നിൽക്കുകയും അവർക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയെ അവര് ജയിച്ചു വന്നപ്പോൾ അവരുടെ ഇഷ്യൂ ആണ്, നമ്മുടെ ഇഷ്യൂ അല്ല. പക്ഷേ ആ ഒരു പാർട്ടിക്കാരെ നമുക്കിങ്ങനെ പറയാം, പാർട്ടിക്കാരെ സംബന്ധിച്ച് അവരുടെ കാര്യത്തിൽ അസംതൃപ്തരാണ്, അവരാ കാര്യത്തിൽ വിദ്വേഷമുള്ളവരാണ് എന്ന് പറയാം. നമുക്കതിനകത്ത് എന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ പിന്നെ സണ്ണി ജോസഫ് അളിയനെ വെച്ചതിനകത്ത് നമുക്കെന്താ കാര്യം? അല്ല, സണ്ണി ജോസഫ് അളിയനെ വെച്ചാൽ നമുക്ക് കാര്യമുണ്ട്. അതിനകത്ത് ധാർമ്മികതയുണ്ട്.
കാരണം അതിനകത്ത് ധാർമ്മികത സഹോദരി ബന്ധു നിയമനം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ബന്ധു നിയമനവും വേറൊരു പാർട്ടിയിലെ ആളെ വെക്കുന്നതായിട്ട് ഇത് താരതമ്യം ചെയ്യാൻ പാടില്ല. അതിപ്പോ ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് ബിന്ദു കൃഷ്ണയാണ് ബിന്ദു ആണെന്ന് പറഞ്ഞു. അല്ല, ബന്ധു ആണെങ്കിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ കേൾക്കുന്നത് ബന്ധു ആണെങ്കിൽ വ്യത്യാസമുണ്ട്. പക്ഷെ BJP ആണെന്നുള്ളത് വെച്ചതിനോട് ഇത് രണ്ടും BJP ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നപ്പോഴാണ് അവരുടെ ബന്ധുവാണെന്ന് പറയുന്നത്. BJP ആണെന്നുള്ളത് അവരുടെ വിശാല മനസ്കരായിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ ബന്ധു ആണെന്നുള്ളത് ഗൗരവമുള്ള കാര്യം. അങ്ങനെ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരായിട്ടുള്ള പല ആളുകളുടെയും പല വ്യക്തികളുടെയും പല മന്ത്രിമാരുടെയും വകുപ്പുകളിൽ ഇതുപോലെ പലതും നടന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. ഇപ്പൊ ഏതായാലും സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പുകച്ച് പുറത്തേ അടിച്ചെങ്കിൽ സണ്ണി ജോസഫ് വെറുതെ ഇരിക്കുവോ? അല്ലെങ്കിൽ സണ്ണി ജോസഫിന്റെ ആളുകൾ വെറുതെ ഇരിക്കുവോ? അവര് ബാക്കിയുള്ളതും നല്ലതായത് ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയും ഡെമോക്രാറ്റിക് ഭരണവുമാണ്. ഇവിടെ ഒന്നും രഹസ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, CPM-ല് പിന്നെ വരുമാനം മന്ത്രിയാക്കിയിട്ട് എന്തൊരു വിമർശനം ഉണ്ടായി? വല്ലതും അവർ ചെയ്തോ? അതുപോലെ ബന്ധു നിയമനങ്ങൾ പലതും ഉണ്ടായി. പേഴ്സണൽ സ്റ്റാഫില് യൂണിവേഴ്സിറ്റികളിൽ എന്തെല്ലാം നിയമനം ഉണ്ടായി? ബന്ധു നിയമനം അവര് മൈൻഡ് ചെയ്തോ? അത് ആ പാർട്ടി. അത് അവിടെ ജനാധിപത്യമൊന്നുമില്ല. അവിടെ അത് പിന്നെ പാർട്ടി തീരുമാനിച്ചാൽ നടപ്പാക്കിയിരിക്കും. പാർട്ടിയിൽ ഒരാളെങ്കിലും അതിനെതിരായിട്ട് ശബ്ദം ഉയർത്തിയോ? ഇത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനകത്താകുമ്പം എല്ലാം സുതാര്യമാണ്. വിമർശനം ഉണ്ടാവും. വിമർശിക്കപ്പെട്ടാൽ അത് തെറ്റാണെന്ന് തോന്നിയാൽ തിരുത്തും. ഇതാണ് ഈ പാർട്ടിയുടെ ലയനായി മനസ്സിലാക്കുന്നത്.